പ്രവചനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരാണ് നോസ്ട്രഡാമസിന്റെ പേര്. അദ്ദേഹം പ്രവചനങ്ങൾ കൊണ്ട് അത്ഭുതം തീർത്ത മനുഷ്യനായിരുന്നു. ഹിറ്റ്ലറിന്റെ വരവും അമേരിക്കയ്ക്കെതിരായ ഭീകരാക്രമണത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായി പ്രവചിച്ച പ്രശസ്ത ഫ്രഞ്ച് പ്രവാചകൻ നോസ്ട്രഡാമസ് 2021 ചിലതൊക്കെ സംഭവിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. 2021 വർഷം വിനാശകരമായ സംഭവങ്ങളാൽ നിറയുമെന്നാണ് നോസ്ട്രഡാമസിന്റെ പ്രവചനം. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. 2020 മഹാമാരിയായിരുന്നു നമ്മളെയൊക്കെ അലട്ടിയതെങ്കിൽ 2021 മനുഷ്യനെ കാത്തിരിക്കുന്നത് അതിലും വലിയ പ്രകൃതി ദുരന്തങ്ങൾ ആയിരിക്കുമെന്നതാണ് പ്രവചനം. ബഹിരാകാശത്ത് നിന്നുള്ള ചിലതൊക്കെ ഭൂമിയിൽ പതിക്കുമെന്നും അത് പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കുമെന്നും പ്രവചിക്കുന്നു. 2021 വലിയ പ്രതിഭാസങ്ങൾക്ക് ഭൂമി സാക്ഷിയാകും എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ ഗവേഷകരും നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് ബഹിരാകാശ പ്രതിഭാസമായ സൗര കൊടുങ്കാറ്റുകൾ 2021 ഭൂമിയെ ബാധിച്ചിരിക്കും എന്നതാണ്. ഇത് ഭൂമിയിലും സാറ്റലൈറ്റുകൾക്കും വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയേക്കുമത്രേ. ഇതുവഴി കാലാവസ്ഥ വ്യതിയാനം പോലും സംഭവിച്ചേക്കാം. രാജ്യങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾക്കും യുദ്ധങ്ങൾക്കും വരെ കാരണമാകാമെന്നും പ്രവചനമുണ്ട്. 2021 ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കും. ഇത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകും. ഭൂകമ്പങ്ങൾക്കും മറ്റ് ദുരന്തങ്ങൾക്കും വരെ കാരണമായേക്കാം. ചിഹ്നഗ്രഹം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചാൽ തലയ്ക്ക് മുകളിൽ ഒരു തീഗോളം പോലെ കാണപ്പെടും. 2009 കേഫ് 1 എന്ന ചിഹ്നഗ്രഹം 2021 മെയ് മാസത്തിൽ ഭൂമിയുമായി അടുത്തു വരുമെന്ന് ഗവേഷകരും നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ചിഹ്നഗ്രഹം ഗുരുത്വാകർഷണ മേഖലയിലേക്ക് പ്രവേശിച്ചാലും കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കുമെന്ന് ബഹിരാകാശ ഗവേഷകർ വിശ്വസിക്കുകയാണ്. അഥവാ എങ്ങാനും ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുകയാണെങ്കിൽ 1945 ഹിരോഷിമയിൽ അമേരിക്കക്കാർ കൊണ്ടിട്ട ആണവ ബോംബിനേക്കാൾ 15 മടങ്ങ് നാശനഷ്ടമായിരിക്കും അത് ഉണ്ടാക്കുക. അത്തരമൊരു സംഭവം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടമാകുന്നതിന് കാരണമായേക്കാം. തലച്ചോറിൽ നൂതന ചിപ്പുകൾ ഘടിപ്പിച്ച സൈനികരുടെ വരവിന്റെ വർഷമായി 2021 അടയാളപ്പെടുത്തുമെന്നും നോസ്ട്രഡാമസിന്റെ പ്രവചനത്തെ വിലയിരുത്തുന്നവരുണ്ട്. മസ്തിഷ്ക ചിപ്പുകൾ ധരിച്ച സൈനികർക്ക് യുദ്ധമേഖലകളിൽ മേൽക്കൈ നൽകാൻ കഴിയും. മാത്രമല്ല ശത്രുസേനയെ അനായാസം കീഴടക്കാൻ ഇത് അവരെ സഹായിക്കുകയും ചെയ്യും. സൈനികരെ ജൈവശാസ്ത്രപരവും ഡിജിറ്റൽ രീതിയിലും നവീകരിക്കാൻ ശ്രമിക്കുമെന്ന് ചൈന നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോളിവുഡിലെ സിനിമകളിലെ കഥാപാത്രത്തെ പോലെ വളരെ ശക്തരായ സൂപ്പർ സൈനികരെ ചൈന വികസിപ്പിച്ചെടുക്കാൻ നീക്കം നടത്തുന്നുമുണ്ട്. സാമ്പത്തികമായും സൈനികമായും സാങ്കേതികമായും ആധിപത്യം സ്ഥാപിക്കാൻ ചൈന ആഗ്രഹിക്കുന്നുവെന്ന് US ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ് അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യ വികസിപ്പിച്ചെടുക്കുന്ന ഒരു ജൈവായുധവും ഫ്രഞ്ച് ദർശകൻ മുൻകൂട്ടി കണ്ടിരുന്നു. 2021 നോസ്ട്രഡാമസ് പ്രവചനങ്ങൾ ഭയാനകമാണ് എന്നാണ് മിക്കവരും കരുതുന്നത്. റഷ്യൻ ശാസ്ത്രജ്ഞർ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു ജൈവായുധം സൃഷ്ടിക്കുമെന്നും ഫ്രഞ്ച് പ്രവാചകൻ അവകാശപ്പെട്ടിട്ടുണ്ട്. 2021 ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്നും നോസ്ട്രഡാമസ് പറയുന്നു. ലണ്ടനിലെ ഭീകരമായ അഗ്നിബാധയെക്കുറിച്ചും ഏകാധിപതി അഡോൾഫ് ഹിറ്റ്ലറുടെ ഉയർച്ചയെക്കുറിച്ചും ഫ്രഞ്ച് പ്രവാചകൻ കൃത്യമായി തന്നെ പ്രവചിച്ചുവെന്ന് നോസ്ട്രഡാമസിന്റെ ആരാധകർ പറയുന്നു. ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം നദീതീരത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ദരിദ്ര കുടുംബത്തിൽ അദ്ദേഹം ജനിക്കുമെന്ന് നോസ്ട്രഡാമസിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഹിറ്റ്ലർ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. ഫ്രഞ്ച് വിപ്ലവത്തെയും അണുബോംബ് നിർമ്മാണത്തെയും നോസ്ട്രഡാമസ് കൃത്യമായി പ്രവചിച്ചുവെന്നും പറയപ്പെടുന്നു. ഈ വാദത്തിന് വിരുദ്ധമായി 1999 ഭൂമി തകരുമെന്ന നോസ്ട്രഡാമിന്റെ പ്രവചനം പൂർണ്ണമായും തെറ്റ് എന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. 1503 ഡിസംബർ 4 ഫ്രാൻസിൽ ജനിച്ച നോസ്ട്രഡാമസ് പ്രവാചകൻ 1555 ആയിരക്കണക്കിന് പ്രവചനങ്ങൾ വാക്യങ്ങളിലൂടെയും കവിതകളിലൂടെയും അവതരിപ്പിച്ചു. അവയിൽ പലതും സത്യമാണ് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 3797 വർഷത്തേക്കുള്ളത് നോസ്ട്രഡാമസ് പ്രവചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിൽ 70% ശരിയായിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 2021 കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ പൂർണ്ണമായി എഴുതിത്തള്ളാൻ ആധുനിക ശാസ്ത്രത്തിലെ കരുത്തരായ ശാസ്ത്രജ്ഞർക്ക് പോലും കഴിയില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നോസ്ട്രഡാമസ് എന്ന പ്രവാചകനെ ഇഷ്ടമാണെങ്കിലും ഇപ്രാവശ്യം അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളൊന്നും നടക്കരുതേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്.
ഒപ്പം 2020 എന്ന മഹാമാരിയുടെ വർഷത്തിൽ നിന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്നതാകട്ടെ എന്ന് പ്രത്യാശിക്കട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.